തസവുഫിലുള്ള കിഫായത്തുൽ അദ്കിയ എന്ന നമ്മുടെ കിതാബ്, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖുൽ ഔലിയ എന്ന കിതാബാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഷറഹാണ് കിഫായത്തുൽ അദ്കിയ. ഇതാ ഷറഹോട് കൂടെയുള്ള കിതാബാണ് നിങ്ങൾ കാണുന്നത്. അതിൽ പിന്നെ നടുവിലായിട്ട് ചെറുതായിട്ട് എഴുതിയ കാണുന്നില്ല, ഇങ്ങനെ അടിയിൽ ഈ കാണുന്ന ഈ രൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഇതിൻ്റെ ബൈത്ത്. ഒന്നുകൂടി ഇതിൻ്റെ നല്ല പ്രിൻ്റ് ആയിട്ടുള്ള കിതാബുകൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഓൺലൈനിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഞാൻ വായിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഓക്കെ. ഓ ഉണ്ടാവും. എനിക്കറിയില്ല ആരോ ട്രാൻസ്ലേറ്റ് ചെയ്തെന്നുള്ളത്, പക്ഷെ വന്നിട്ടുണ്ടാവും എന്തായാലും. അത് ഫേമസ് ആയിട്ടുള്ള കിതാബല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത്, ഇവിടെയാണ് നമ്മൾ എത്തിയത്. മൻ റാമ ദുർറൻ ലിസ്സഫീനത്തി യർക്കബു വയഗൂസു ബഹ്റൻ സുമ്മ ദുർറൻ ഹസ്സല. നമ്മൾ പറഞ്ഞത്, ചർച്ച ചെയ്തിരുന്നത് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, ഇത് മൂന്നും എങ്ങനെയായിരുന്നു എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ശരീഅത്ത് കഴിഞ്ഞിട്ട് ത്വരീഖത്ത് എന്ന് പറയുന്നത് പിന്നെ കപ്പലിൽ കയറി പോകുന്നത് പോലെയാണ്. ഹഖീഖത്താവട്ടെ വെള്ളത്തിൽ നടുക്കടലിൽ ഇറങ്ങിയിട്ട് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് മുത്ത് പെറുക്കിയെടുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശരീഅത്ത് അല്ലാത്ത ത്വരീഖത്ത്, ഹഖീഖത്ത്, ഇത് രണ്ടും ശരീഅത്ത് കഴിഞ്ഞിട്ടുള്ള മാർഗങ്ങളാണ്, ശരീഅത്തോട് കൂടെ ചെയ്യേണ്ട മാർഗങ്ങളാണ്. ശരീഅത്ത് ഒറ്റക്ക് ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യൻ കഴിച്ചലാവും. ശരീഅത്ത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ, ശരീഅത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഫിഖും അഖീദയും അഖ്ലാഖും എല്ലാം തസവുഫൊക്കെ അടങ്ങുന്ന ഈ ഇൽമുകൾ, ഇതൊക്കെ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ചെയ്താൽ തന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. അവൻ പഠിച്ചതനുസരിച്ചുകൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതാണ് അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സാധനം. അടിസ്ഥാനപരമായിട്ട് അത് ചെയ്യാനാണ് പടച്ചോൻ കൽപ്പിച്ചത്. അത് ചെയ്താൽ തന്നെ അവൻ രക്ഷപ്പെടും. ഇനി അതിനേക്കാളും ഒന്നുകൂടെ ഉയർന്ന ഗ്രേഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ത്വരീഖത്ത്. അപ്പൊ ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നല്ല പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ റിസ്ക് ടേക്ക് ചെയ്യണം. മന്ത്ലി നല്ല ഏണിങ്സ് കിട്ടണമെങ്കിൽ ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യണമെങ്കിലോ റിസ്ക് ടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത് ഓൾറെഡി മനസ്സ് അതിനു വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കണം. എന്നതുപോലെ ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ അതിനൊരായിട്ടുള്ള റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് സമുദ്രത്തിലേക്ക് കയറി പോകുന്ന പോലെ. കപ്പല് സമുദ്രത്തിലൂടെ പോകുന്ന സമയത്ത് ആടി ഉലയും, നല്ല ആട്ടുണ്ടാവും, പൊന്തിയും താണും ഇങ്ങനെ കളിക്കും, ചിലപ്പം മുങ്ങിപ്പോകും. അതിനൊക്കെ സാധ്യത ഉണ്ട്. നല്ല കാറ്റുണ്ടാവും, നല്ല കോളുണ്ടാവും, സാഹചര്യങ്ങളൊന്നും അനുകൂലമായിക്കൊള്ളണമെന്നില്ല. എന്നതുപോലെ ശരീഅത്ത് പോലെ സേഫ് അല്ല ത്വരീഖത്ത്. അത് പിഴക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. സമുദ്രത്തിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പലതും സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി ശരീഅത്താണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ത്വരീഖത്തും ഹഖീഖത്തും പാടില്ല എന്നാണോ? അതല്ല.
ഒരാൾ ശരീഅത്തനുസരിച്ചുകൊണ്ട് നല്ലോണം ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് നല്ലവണ്ണം ജീവിച്ചു കഴിയുന്ന സമയത്ത് അവനിക്ക് അപ്പോഴാണ് അതിനുള്ള ഒരു കപ്പാസിറ്റി വരിക. ഒരു തെറ്റുപോലും ചെയ്യാതെ ശരീഅത്തിന്റെ ഇൽമ് പരമാവധി എല്ലാ വിജ്ഞാനങ്ങളിലും കരസ്ഥമാക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെയാണ് ത്വരീഖത്തിൽ ഇറങ്ങാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. അതില്ലാതെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന ഷെയ്ഖ് എന്ന് പറയുന്നത് അത്രയും നമ്മുടെ മനസ്സ് വായിച്ചുകൊണ്ട് നമുക്ക് തുറന്നു പറഞ്ഞു തരുന്ന പൂർണ്ണമായി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന വല്ല ഷെയ്ഖും ആവണം. അങ്ങനത്തെ ഷെയ്ഖന്മാർ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് അവരിന്നും ഉണ്ട്, എവിടെയൊക്കെയോ ആയിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവരുള്ളത്. പരസ്യമായിട്ട് അവർ രംഗത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അത് പ്രയാസകരമാണെന്ന് ചുരുക്കം. ഇപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖൊക്കെ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അത്രയും വലിയ കറാമത്തുകളും അതുപോലെ തന്നെ ശരീഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരാണ്. അങ്ങനെ ഹൃദയം വായിക്കാൻ കഴിവുള്ള വലിയ മഹാന്മാർ നിലവിൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യനാണ്. ഉണ്ടാകും, വളരെ അപൂർവമായിട്ട് ആരെങ്കിലുമൊക്കെ. അവരെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് കണ്ണടച്ചുകൊണ്ട് നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ അത് ഡേഞ്ചറാണ്. അതാണ് നമ്മൾ പറഞ്ഞത് റിസ്ക് ഉണ്ടാവും. കാരണം അവർ പൂർണ്ണമായിട്ട് ഈ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അർഹനായ ആളാണോ എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എന്നതാണ് ഇതിന്റെ റിസ്ക്. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് മൻ റാമ ദുറൻ ലിസഫീനത്തി അർക്കബു. ആർക്കെങ്കിലും അങ്ങനെ കുറെ ശരീഅത്തിന്റെ വിജ്ഞാനങ്ങളൊക്കെ നേടിയിട്ട് അങ്ങനെ ഇപ്പൊ ഒരു കപ്പൽ പൊട്ടിയാൽ തന്നെ കപ്പൽ കടലിൽ വെച്ച് സമുദ്രത്തിൽ വെച്ചിട്ട് തകർന്നാൽ തന്നെ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അതിനൊക്കെയുള്ള കപ്പാസിറ്റി നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഓന് കപ്പലിൽ കയറിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അതിലും മേലെ ഓന് സ്വിമ്മിങ്ങും അതിന്റെ ഡൈവിങ്ങും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എന്താ പറയാ, ഓൻ്റെ അടുത്ത് ഓക്സിജന്റെ സംഗതികളൊക്കെ ഉണ്ട്. അത്രയും സെറ്റപ്പാണ്. ആ രൂപത്തിൽ ആഴത്തിൽ പഠിക്കുകയും അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ആളാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ വയഗൂസു ബഹ്റൻ, ഓ സമുദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കോട്ടെ. സുമ്മദുറൻ ഹസല, എന്നിട്ട് മുത്തുകൾ പിറക്കുകയും ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനു മുന്നേ ഒരു തെറ്റും ചെയ്യാതെ ഹൃദയം സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ശരീഅത്തിന്റെ വിജ്ഞാനങ്ങൾ എല്ലാം പഠിച്ച് തികഞ്ഞ പണ്ഡിതനായതിനൊക്കെ ശേഷമാണ് അങ്ങനെ ഇന്നത്തെ കാലത്ത് പോകാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി അടുത്ത വൈത്ത് ഇതിന്റെ നേരെ അടിയിൽ കാണുക. وكذا الطريقة والحقيقة يا أخي من غير فعل شريعة لن تحصلا. وكذا الطريقة والحقيقة يا أخي. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ത്വരീഖത്തും ഹഖീഖത്തും എന്ന് പറയുന്നത് ഓ സഹോദര, അത് മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലൻ തഹ്സുല, ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാതെ അതൊരു കാലത്തും കിട്ടൂല. എന്താ പറഞ്ഞത്? വകദ ത്വരീഖത്തു വൽ ഹഖീഖത്തു യാ അഖി, അതുപോലെ ത്വരീഖത്തും ഹഖീഖത്തും ഉണ്ടല്ലോ എൻ്റെ സഹോദര. മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ, ശരീഅത്തിനെ പ്രവർത്തിക്കാതെ ലൻ തഹ്സുല, അതൊരിക്കലും അത് രണ്ടും ഉണ്ടാവൂല എന്ന് പറയുമ്പോ അപ്പോ ശരീഅത്ത് എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ ആണെന്ന് മനസ്സിലായി. ശരീഅത്ത് എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. ഹഖീഖത്തിലേക്ക് പോയാലും ത്വരീഖത്തിലെ ലെവലിലേക്ക് എത്തിയാലും അവിടെയൊക്കെ ശരീഅത്ത് വിട്ടിട്ടുള്ള പരിപാടിയില്ല. ഉദാഹരണത്തിന് എനിക്കിപ്പോ ഇങ്ങനെ
ഭയങ്കരമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പോ നിസ്കാരമൊന്നും നിർബന്ധമില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ? എന്നൊരാൾ പറയുന്നുണ്ടെ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ത്വരീഖത്തും തിരിഞ്ഞിട്ടില്ല, ഹഖീഖത്തും തിരിഞ്ഞിട്ടില്ല, ശരീഅത്തും തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ നിസ്കരിക്കാത്ത ഷെയ്ഖ്, റമദാൻ മാസം നോമ്പ് നോൽക്കാത്ത ഷെയ്ഖ്, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോവാത്ത ഷെയ്ഖ്, ഇങ്ങനെയുള്ള ഷെയ്ഖന്മാരൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ വേണ്ടി പോകണ്ട. കാരണം ശരീഅത്ത് വിട്ടുകൊണ്ടുള്ള ഒരു ത്വരീഖത്തും ഒരു ഹഖീഖത്തും ഇല്ല എന്ന് ചുരുക്കം. എന്ന് മാത്രമല്ല, മുഹീദ്ദീൻ ഷെയ്ഖിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ മഹത്തുക്കൾ ത്വരീഖത്തും ഹഖീഖത്തും ഒക്കെ അങ്ങേയറ്റം അതിലൊക്കെ ഇറങ്ങിച്ചെന്ന ആളുകൾ, അവരൊക്കെയും അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറയുന്നത് ത്വരീഖത്ത്, അവര് ത്വരീഖത്തിലൂടെ പോകുന്നതോടൊപ്പം ഹഖീഖത്തിലെത്തിയതോടൊപ്പം അവര് ശരീഅത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ച ആളുകളാണ്, ശരീഅത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ്. അങ്ങനെയല്ലാതെ ശരീഅത്തിന്റെ പണ്ഡിതന്മാരെ തെറി പറയുന്ന, അവരെ ചെറുതായി കാണിക്കുന്ന, അതൊന്നല്ല കാര്യം ഇവിടെയാണെന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരൊന്നും ശരിക്കും ത്വരീഖത്ത് പഠിച്ചവരല്ല, ഹഖീഖത്ത് പഠിച്ചവരല്ല എന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞേ, വഖദ ത്വരീഖത്തു. നിങ്ങളെ വോയിസ് ക്ലിയർ ആയിട്ടില്ല. ത്വരീഖത്ത് എന്താണെന്നാണോ? ത്വരീഖത്ത് എന്താണെന്ന് പറഞ്ഞാല് ത്വരീഖത്തുൻ അഖദും ബി അഹ്വത കൽവറ. നമ്മൾ പറഞ്ഞല്ലോ, ത്വരീഖത്ത് എന്ന് പറയുന്നത് അത് ഇപ്പൊ ശരീഅത്തില് നോക്കിങ്ങളെ, ഞാൻ ത്വരീഖത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ചിക്കൻ കഴിക്കുക എന്നുള്ളത് ഹലാലായ ഒരു കാര്യമല്ലേ? ചിക്കൻ കഴിക്കുക എന്നുള്ളത് അല്ലേ? ഓക്കെ, ഞാൻ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാല് എനിക്ക് എൻ്റെ വയറ് നിറയും, അങ്ങനെ എനിക്ക് ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾ വർദ്ധിക്കും എന്ന് തോന്നുന്നത് കാരണം അത് പേടിച്ചുകൊണ്ട് ചിക്കൻ ഒഴിവാക്കാം. ഒരു ഉദാഹരണം. വേറൊന്ന്, എനിക്കിപ്പോ ഇന്നിപ്പോ വേണമെങ്കിൽ ടൗണിലേക്ക് പോവുകയും ചെയ്യാം, പോവാതിരിക്കുകയും ചെയ്യാം. രണ്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാനിപ്പോൾ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയേണ്ടി വരും. എന്നിട്ടത് ഒഴിവാക്കുക, എന്നിട്ട് പോയിരുന്ന് ഇബാദത്ത് ചെയ്യുക. ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഹലാലായ കാര്യങ്ങൾ പോലും അതിൽ നിന്ന് ഹലാലായ കാര്യങ്ങൾ പോലും വറഅ് നോക്കിക്കൊണ്ട് ഒഴിവാക്കുന്ന രീതി എന്ന് പറയുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? ത്വരീഖത്ത് എന്ന് പറയുന്നത്. അപ്പോ ശരീഅത്ത് പ്രകാരം നമുക്ക് ടൗണിൽ പോകുന്നതിനോ ചിക്കൻ കഴിക്കുന്നതിന് എന്തോ പ്രശ്നമുണ്ടോ? ശരീഅത്തിൽ ഏതെങ്കിലും ഫിഖിന്റെ കിതാബിലൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതില്ല, തെറ്റായിട്ട് പറയൂല. പക്ഷേ നിർബന്ധമല്ലാത്ത ചില കാര്യങ്ങൾ അത് നമുക്ക് വേണ്ടി നിർബന്ധാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോ ത്വരീഖത്ത്
ശരീഅത്തില്ലാതെ ത്വരീഖത്ത് ഉണ്ടാവില്ല എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. ശരീഅത്താണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഇല്ലാതെ എങ്ങനെയാണ് അതിന്റെ മുകളിൽ ബിൽഡിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ അതാ പറയുന്നത് അടുത്തതായിട്ട്, فعليه تزيين لظاهره الجلي بشريعة لينور قلب مجتلى. അപ്പോള് ഇതിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളെന്താ ചെയ്യേണ്ടത്? ആത്മസംസ്കരണം ഉദ്ദേശിക്കുന്ന ആൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് തസീനുൽ ലില്ലാഹിരിഹിൽ ജലി. ഓൻ 5 വക്ത് നേരം ടൈമിൽ തന്നെ നിസ്കരിക്കണം, നോമ്പ് വൃത്തിയായിട്ട് നോൽക്കണം, നാവ് കൊണ്ട് ഒരാളോടും വേണ്ടാത്തത് പറയരുത്, അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടരുത്, മനസ്സിൽ ഇങ്ങനെ തുടങ്ങി ശരീരം, നാവ്, മറ്റു അവയവങ്ങള് എല്ലാം തെറ്റിൽ നിന്ന് സംരക്ഷിക്കുക. കണ്ണിനെ, ചെവിയെ, എല്ലാറ്റിനെയും ഹറാമിൽ നിന്ന് സംരക്ഷിക്കണം. അങ്ങനെ ബാഹ്യമായിട്ട് ശരീരത്തെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കുകയും ഇബാദത്തുകൾ പരമാവധി എടുക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. ത്വരീഖത്തിന്റെ ലെവലിൽ എത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പൊ ത്വരീഖത്ത് എത്താന്നുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത് സൈനുദ്ദീൻ മഹ്ദൂദ് തങ്ങൾ. ഒന്നാമതായിട്ട് പുറം നന്നാക്കണം. പുറം നന്നാക്കുക എന്ന് പറയുന്നത് ഫഅലൈഹി തസീനുൽ ലില്ലാഹിരിഹിൽ ജലി, ബാഹ്യമായ ജനങ്ങൾ കാണുന്നിടത്ത് ഉഷാറാവണം. അതെങ്ങനെ? ബിശരീഅത്തിൻ, ശരീഅത്ത് കൊണ്ട്. ശരീഅത്ത് പറയുന്ന കാര്യങ്ങൾ, ഇത് ഹറാമാണ്, അത് ചെയ്യരുത്, ഇത് ഹലാലാണ്, അതേ ചെയ്യാവൂ, ഇത് സുന്നത്താണ്, ഇത് ഫർളാണ്, എന്തായാലും ചെയ്യണം, ഒഴിവാക്കരുത്. അങ്ങനെ ലാഹിറായിട്ട് മനുഷ്യൻ നന്നായി വരണം. എന്നിട്ടോ ലിയനൂറ ഖൽബുൻ മുജ്തല, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഹൃദയം പ്രകാശിക്കുക. ഹൃദയം പ്രകാശിക്കപ്പോഴാണ് ബാഹ്യമായിട്ട് നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും വിരോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഇനി ഇൻ കേസ് വല്ലതും സംഭവിച്ചു പോയാൽ തന്നെ പൂർണ്ണമായും തൗബ ചെയ്ത് അതിൽ നിന്ന് മടങ്ങുകയും ചെയ്യണം. കാരണം ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ തൗബ നാളെ മറ്റന്നാളോ ചെയ്യുക, അല്ലെ പിന്നെ എപ്പോഴും ചെയ്യുക, അല്ലെങ്കിൽ റമദാനിൽ ലാസ്റ്റത്തെ 10 ചെയ്യാന്ന് വെച്ച് നിന്നാല് നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റം കിട്ടി, തൗബയെ പിന്തിച്ചു എന്നുള്ള കുറ്റം എക്സ്ട്രാ കിട്ടി എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യണം എന്നാണല്ലോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇനി അപ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ലാഹിറായിട്ട് ശരീഅത്തനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. അതോടൊപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹൃദയം പ്രകാശിക്കും. അങ്ങനെ ഹൃദയം പ്രകാശിച്ചു കഴിയും. അതോടുകൂടെ എന്തും കൂടെ ഉണ്ടാകും, വതസൂലു അൻഹു ദുൽമത്തുൻ കൈ യുംകിന ലിത്വരീഖത്തിൻ ഫീ ഖൽബിഹി അൻ തൻസില. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവന്റെ മനസ്സിലുള്ള ഒരു ഇരുട്ട് അത് നീങ്ങിക്കിട്ടും. മനസ്സിലെപ്പോഴാണ് മനുഷ്യന് ഇരുട്ടുണ്ടാവുക എന്ന് പറയുന്നത്, ചില സമയത്ത് ഇങ്ങനെ ഹറാമിനോട് താല്പര്യം വരിക, അല്ലെങ്കിൽ ഇബാദത്തിൽ ഒരു ലദ്ദത്തും കിട്ടാതിരിക്കുക. ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെ നോമ്പ് നോക്കുന്നുണ്ട്, നോമ്പ് തുറക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങുന്നു എന്നതിലപ്പുറം ഇബാദത്തിൽ ഒരു മധുരമോ മനസ്സിന് ഒരു കുളിറോ ഒരു അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലാണ്. കൺകുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലാണ്.
തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസകരമായ അനുഭവം ഉണ്ടായാൽ, മനപ്രയാസം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യുക എന്താന്ന് വെച്ചാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് സമാധാനം കിട്ടുക. അപ്പോ ഈ ദുൽമത്ത് നീങ്ങണമെങ്കിൽ, ഹൃദയത്തിലുള്ള ഈ ഇരുട്ട് നീങ്ങണമെങ്കിൽ ലാഹിറായിട്ട് നല്ലോണം പ്രവർത്തിക്കുക, അതോടൊപ്പം പടച്ചവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഹൃദയം വെളിച്ചാക്കി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുന്ന സമയത്താണ് ത്വരീഖത്ത് തുടങ്ങുന്നത്. ത്വരീഖത്ത് തുടങ്ങുക, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ ത്വരീഖത്ത് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ത്വരീഖത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എപ്പോഴാണ്? ആ രൂപത്തിൽ ഹൃദയം പ്രകാശിച്ചു തുടങ്ങുമ്പോഴാണ്. ഹൃദയം പ്രകാശിക്കാൻ എന്താ ചെയ്യണ്ടേ? ഗസാലി ഇമാം ഈ വിഷയത്തിൽ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല എല്ലാരും? ഓക്കെ. ഗസാലി ഇമാം അവരെ കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹൃദയം എങ്ങനെ ഈ രൂപത്തിൽ വെളുപ്പിച്ചെടുക്കാം, പ്രകാശിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിങ്ങനെ പറയാന്നല്ലാതെ അത് നടപ്പാവണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. തെറ്റുകളെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നന്നാവാനുള്ള മാർഗങ്ങളും പഠിക്കുക, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. അപ്പൊ അത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു ബാബ് തന്നെ ഒരു ഏരിയ തന്നെ, ഒരു 10 ചാപ്റ്റർ അടങ്ങുന്ന ഒരു വലിയൊരു ഭാഗം തന്നെ കിതാബിൻ്റെത് വരുന്നത് എന്താ? 4 ഭാഗം വരുന്നത് തെറ്റുകളെ കുറിച്ച് പറയാനാണ്. റുബൂൽ മുഹ്ലിക്കാത്ത്. ശേഷമുള്ള അവസാനത്തെ 4 ഭാഗം അവര് വിനിയോഗിച്ചിട്ടുള്ളത് റുബൂൽ മുൻജിയാത്ത്, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അതിൽ പറയുന്നത്. ശുക്ർ, കിതാബ് ശുക്ർ, കിതാബ് സ്വബർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ആദ്യമായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്, പഠിച്ചവനെ ഞാൻ അത് ചെയ്തു പോകുന്നുണ്ടല്ലോ, അങ്ങനെ ആയാൽ പോരല്ലോ, ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ആഴത്തിൽ പഠിക്കണം. പഠിക്കുന്നതോടുകൂടെ ഉള്ളും പുറവും നന്നാക്കി അങ്ങനെ വരുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോ ഹൃദയത്തിൽ നിന്ന് ഇരുട്ട് നീങ്ങിക്കിട്ടണമെങ്കിൽ അതിനാദ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ലാഹിർ നന്നാക്കുക എന്നുള്ളതാണ്. ബാഹ്യമായത് നന്നാക്കിയിട്ട് പടച്ചവനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഉള്ളിലുള്ള വെളിച്ചം, ത്വരീഖത്തിലേക്കുള്ള വഴി, അത് അള്ളാഹുവാണ് തുറന്നു തരുന്നത്. അത് ചിലർക്ക് കിട്ടും, നല്ലോണം പ്രവർത്തിച്ച എന്തായാലും കിട്ടും. ചിലർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല, അത് അവരുടെ പോരായ്മ കൊണ്ടാണ്. അപ്പോൾ ത്വരീഖത്തിന് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം എങ്കിൽ, അതിനുള്ള പ്ലാറ്റ്ഫോം റെഡി ആവണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ലാഹിർ നന്നാക്കിയിട്ട് ഹൃദയം പ്രകാശിപ്പിച്ചെടുക്കണം, ഹൃദയം വെളുപ്പിച്ചെടുക്കണം. അതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ത്വരീഖത്തിന്റെ പഴയകാല വലിയ മശായിഖന്മാര് അവര് പുതിയൊരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ, ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ അവര് ആദ്യമായിട്ട് കൊടുക്കുന്നതിൽപ്പെട്ടൊരു കാര്യം 40 ദിവസത്തെ ഒരു പരിശീലനം കൊടുക്കുക. 40 ദിവസത്തെ പരിശീലനം. ആ കാലത്ത് അവർക്ക് ഫുഡ് കഴിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഇത്രേ കഴിക്കാൻ പാടുള്ളൂ, ഇത്ര ഭയങ്കര നിയന്ത്രണങ്ങൾ ഉണ്ടാവും. അധിക ദിവസം നോമ്പെടുക്കാനും വേണ്ടി നോമ്പെടുപ്പിക്കും. ഇത്രയും ഇബാദത്ത് ചെയ്യാനുണ്ടാവും.
1,00,000 വെച്ചിട്ട് അസ്മാഉൽ ഹുസ്ന മൊത്തം ചൊല്ലി തീർക്കാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വളരെ പ്രയാസകരമായിട്ട് എന്നുവെച്ചാൽ ഒരുപാട് ധാരാളം ഇബാദത്തുകൾ കൊണ്ട് കൽപ്പിക്കും. തെറ്റുകൾ ഉണ്ടാവാനുള്ള വഴികളൊക്കെ ക്ലോസ് ചെയ്തിട്ട് 40 ദിവസം പ്രാക്ടീസ് കൊടുക്കും തുടക്കത്തിൽ. അത് പിന്നെ 40 ദിവസം എന്നുള്ളത് 4 വർഷം 25 വർഷം വരെയൊക്കെ നീണ്ട മഹാന്മാരുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നവർ എന്ന് പറഞ്ഞല്ലോ ഓസുലാദാവിനെ പറ്റിയിട്ട്. അപ്പോ അവരുടെ ആ ഒരു അവസ്ഥയാണ് ഹക്കീക്കത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഈ ത്വരീക്കത്തിൽ പ്രവേശിച്ചുകൊണ്ടുള്ള അവസ്ഥയാണത്. അത് ചിലപ്പോൾ വർഷങ്ങളോളം നീളും. അങ്ങനെ ഹൃദയത്തെ മനസ്സിന് യാതൊരു ആധിപത്യവും ഇല്ലാത്ത രൂപത്തിൽ, ഹവൻ നഫ്സിന് ഈ ശരീരത്തിന്റെ മേലിൽ യാതൊരു ആധിപത്യവും ഇല്ലാത്ത രൂപത്തിൽ ശരീരത്തെ മാറ്റിയെടുക്കുന്ന പ്രവർത്തനമാണത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹൃദയം പ്രകാശിക്കും. ആ സമയത്താണ് ത്വരീക്കത്തിന് അവിടെ ഇറങ്ങാൻ കഴിയുക. പിന്നെ എന്താ ചോദിക്കാനുണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിക്കുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ വഴിയല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട്, ഉമ്മയും വാപ്പയൊക്കെ ഉണ്ട്, അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇത് ആലമുൽ അസ്ബാബിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇറാദത്തുക തജ്രീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി മിനശ്ശഹ്വത്തിൽ ഖഫിയ എന്ന് ഇബ്നു അത്താഇല്ലാഹി സെക്കൻഡറി തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു നിന്നെ നിലനിർത്തിയിട്ടുള്ളത് ഈ രൂപത്തിലാണ്. ഒക്കെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നീ ഉദ്ദേശിക്കുകയാണ് ഇതിലൊക്കെ അങ്ങ് പോയിട്ട് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാട്ട് കയറി കുത്തിരിന് അവിടെ പോയിട്ട് ഇബാദത്ത് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പേര് ഷഹ്വത്ത് ഹഫിയത്ത് എന്നാണ്. പ്രശ്നമാണത്. അങ്ങനെയല്ല വേണ്ടത്. ഓരോരുത്തർക്കും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് ത്വരീഖത്തിലേക്ക് എത്താൻ കഴിയും. അതെങ്ങനെ? ഇപ്പോ കുടുംബവും കാര്യങ്ങളൊക്കെ പോറ്റുന്ന അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ എന്താ പറയാ, മാസങ്ങളോളം നോമ്പെടുക്കാനോ ഭക്ഷണം കഴിക്കാതെ നടക്കാനോ പിന്നെ പൂർണ്ണമായിട്ട് അതെല്ലാം കഴിഞ്ഞോളന്നില്ല. പക്ഷെ കഴിവിൻ്റെ അത്ര ചെയ്യാന്നുള്ളത് അവിടെ നടക്കുള്ളൂ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പൊസിഷൻ ഉണ്ട്, അതിനനുസരിച്ചല്ല ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവര് വിവാഹിതനായിരുന്നു. ഈ ത്വരീഖത്തിന്റെ ഹാലിലേക്ക് എത്തിയ സമയത്ത് അവര് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവര് വിവാഹമോചനം നടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് വേറെ ആളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? അവർക്ക് ഇതൊരിക്കലും രണ്ടൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയൂല എന്നുള്ള കാരണം കൊണ്ടാണ്. കാരണം അവരെ ആ ഒരു അവസ്ഥയിലാണ് അന്നേരം ഉള്ളത്. സ്വന്തം കുടുംബത്തോടുള്ള ബാധ്യത അത് വീട്ടാൻ കഴിയൂല. എങ്ങനെ കഴിയാ? കാരണം ഇതൊരു സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോവാണ്. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറി വരിക എന്നും പറയാൻ കഴിയില്ല. അതിനിടയിൽ അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ എങ്ങനെ കഴിയും? ഹവൻ നഫ്സിനെ കൊല്ലുന്ന പരിപാടിയാണ്. അപ്പോള് നമ്മൾ പറഞ്ഞു വന്നത് എന്താ? വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ്. ത്വരീഖത്തിന്റെ മശായിഖന്മാർക്ക് പല വഴികളുണ്ട്. യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില. അവര് ഇഷ്ടമുള്ള വഴികൾ അവർ തന്നെ തിരഞ്ഞെടുക്കും. അതിലൂടെ അവർ അള്ളാഹുലേക്ക് എത്തും, ഹക്കീക്കത്തിലേക്ക് എത്തും.
പിന്നെ കുറച്ച് ഉദാഹരണങ്ങൾ. കജുലൂസിഹി ബൈനൽ അനാമി മുറബിയ, ജനങ്ങൾക്കിടയിൽ മുറബിയായിട്ട് ഇരിക്കും. വകകസ്റത്തിൽ ഔറാദി കസ്സോമിസ്സല, എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, തെർബിയത്ത് ചെയ്യും. നമ്മുടെ ആലിമീങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടി വഅദ് പറഞ്ഞു കൊടുക്കും, അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കും, തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി കൽപ്പിക്കും. ഇതൊരു വഴിയാണ്, ഇതൊരു മാർഗമാണ്. മറ്റൊരു വഴി എന്ന് പറയുന്നത് നേരെ അടച്ചിട്ട റൂമിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുക. വകകസ്റത്തിൽ ഔറാദി കസ്സോമിസ്സല, നിസ്കാരം, നോമ്പ്, അങ്ങനെ ഇബാദത്ത് ഒരു വഴിക്ക് എടുത്തു നല്ല ഇബാദത്ത് എടുത്തുകൊണ്ട് ജീവിക്കാം. രണ്ടും രണ്ട് മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള മനുഷ്യനാണ് എന്ന്. അപ്പോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പല കോലത്തിലുള്ള ആക്ഷേപങ്ങളും പ്രതികരണങ്ങളും എല്ലാം കിട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതിലൊന്നും മനസ്സ് പതറിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവർക്ക് ആ പണിക്ക് പോകേണ്ട പോലെ പോയിട്ട് ഇബാദത്ത് ചെയ്ത് കുത്തിരുന്നാൽ മതി. ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് റിസ്ക്കാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മഹത്വം വലുതുമാണ്. വകഖിദ്മത്തിൽ ലിന്നാസി, ജനങ്ങൾക്ക് സേവനം ചെയ്യാം. ജനങ്ങളോട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് വയല് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതല്ലെങ്കിൽ അടച്ചിട്ട റൂമിലിരുന്ന് ഫുൾ ഇബാദത്ത് ചെയ്യല്ല, ജനസേവനാണ് കാര്യമായിട്ടുള്ള പരിപാടി. സാധാരണക്കാർക്ക് ഒന്നുകൂടി നല്ല പരിപാടിയാണ് ജനസേവനം ചെയ്യുക. ജനങ്ങൾക്ക് ഇങ്ങനെ സേവനം ചെയ്തു കൊടുക്കുക, ആവശ്യമായിട്ടുള്ള ഫണ്ട് പിരിച്ചു കൊടുക്കുക, പ്രയാസഘട്ടങ്ങളിൽ എല്ലാവരും സഹായിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് ഖദീജ ബീവി സമാധാനിപ്പിച്ച ആ വാക്കുകൾ അറിയുമല്ലോ, കല്ല വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, നബിയെ അങ്ങെന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്, ലാ യുഖ്സികല്ലാഹു അബദ, അല്ലാഹു നിങ്ങളൊരിക്കലും പ്രയാസപ്പെടുത്തൂല. ഇന്നകല തസിലുർ റഹിമ, അങ്ങ് നല്ലോണം കുടുംബബന്ധം പുലർത്തുന്നില്ലേ, കുടുംബക്കാർക്ക് വേണ്ടി ഏതറ്റം വരെയും അങ്ങ് പിന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലേ. ഇന്നകല തസിലുർ റഹിമ വ തഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് അത് നിർവഹിച്ചു കൊടുക്കുന്ന രീതിയല്ല അങ്ങയുടേത്. വ തുഈനു അലാ നവായിബിൽ ഹഖി, സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ നിങ്ങൾ നിലകൊള്ളലില്ലേ, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ലേ. ജനങ്ങൾക്ക് സേവനം ചെയ്യുക, ജനസേവനം ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. അങ്ങനെയും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയും. അപ്പോൾ സാന്ത്വനം പ്രവർത്തനം ഹോസ്പിറ്റലുകളിലും മറ്റും എല്ലാം എവിടെയാണെങ്കിലും നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും വിസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന സുഹൃത്തുണ്ട്, അറിയുന്ന ഒരാളുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ട് ഇക്കാൻ പഠിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്, ജോലിയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ജനങ്ങൾക്കുള്ള സേവനമാണ്. അതിന് വലിയ മഹത്വമുണ്ട് പടച്ചവൻ്റെ അടുത്ത്. വൽ ഹംലിൽ ഹത്തബ്, വേറൊരു ഉദാഹരണത്തിന് കാട്ടിൽ പോയിട്ട് വിറക് വെട്ടി വരിക, തലയിൽ വെച്ച് കൊണ്ടുവരിക. എന്തിനാ കൊണ്ടുവരുന്നേ, ലിതസദ്ദുഖിൻ ബിമുഹസ്സിലിൻ മുത്തമവ്വില, അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വിൽക്കാൻ വേണ്ടി ആ സാധനം കൊടുക്കുക. ഇങ്ങനെയൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഖിദ്മത്തുൽ ലിന്നാസ് ചെയ്യുക.
ഇങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. നിങ്ങൾ നോക്ക്, മുഹീദ്ദീൻ ഷേഖ് അവര് ജനങ്ങൾക്ക് തെർബിയത്ത് ചെയ്യുക ചെയ്തത്. അവരുടെ വയല് കേട്ടിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതും ഹൃദയം ശുദ്ധീകരിച്ചൊക്കെ ചെയ്തത്. അതേസമയത്ത് റിഫായി ഷേഖിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? രോഗികൾക്ക് ചികിത്സ കൊടുക്കും, പിന്നെ ജനങ്ങൾക്ക് അവർക്ക് പ്രയാസപ്പെടുന്നവനെ പോയിട്ട് സഹായിക്കും. അങ്ങനെ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരാളായിക്കൊണ്ട് ആ ഒരു മാർഗമാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ അർത്ഥം പിന്നെ അവര് ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കൂല എന്നൊന്നുമല്ല. ഇതെല്ലാം ഉണ്ടാവും അവരുടെ ലൈഫിൽ ആവശ്യമായ ഘട്ടങ്ങളിൽ. പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ് ഉന്നതമായ അവസ്ഥയിലേക്ക് മുന്നേറുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റഡ് ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. മൻ റാമ അൻ യസ്ലുക് ത്വരീഖൽ ഔലിയ ഫല്യഹ്ഫദൻ ഹാദിൽ വസായ ആമില. അപ്പൊ ആർക്കെങ്കിലും ഔലിയാക്കന്മാരെ വഴിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടോ? എന്നാല് ഇനി പറയാൻ പോകുന്ന കുറച്ച് വസിയത്തുകളുണ്ട്. ഇവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന പ്രത്യേകമായിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ ആ അവസ്ഥയ്ക്ക് എത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ കിതാബിന്റെ പേര് ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയ. ഔലിയാക്കന്മാരെ വഴിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കിതാബിന്റെ പേര് തന്നെ. അപ്പൊ ആ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തുടങ്ങിയത്. ആ വഴിനെ കുറിച്ചിട്ടാണ് ഇതുവരെ സംസാരിച്ചത്. ഇനി ആ വഴിയിലേക്ക് എങ്ങനെ എത്താന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് തൗബയാണ് ആദ്യത്തെ ഭാഗം. നിങ്ങളിവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഇല്ല എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നുകൂടി ആവേശം വരേണ്ടിയിട്ടാണ്. നിങ്ങളിവിടെ ഉണ്ട് എന്നൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു സാധനം പറയുന്നത്, പുതിയ ഭാവമാണ് പറയുന്നത്. തൗബയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറയാ? ജനഷി, എന്താണ് തൗബ? എന്താ? പശ്ചാത്താപം, അതായത് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് അത് ഓർക്കലിനെ തേടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പശ്ചാത്തപിക്കണം, ചെയ്ത തെറ്റ് ഏറ്റു പറയണം, ഒക്കെ ചെയ്യണം അല്ലേ? വേറെന്താ അഭിപ്രായം ഉണ്ടോ? എന്താണ് സുബൈർഖാന്റെ അഭിപ്രായം? ഹാഫിസ് റഹ്മാൻ, നിങ്ങൾ ഹാഫിളാണോ? മാഷാ അല്ലാ. അപ്പോള് എന്താണ് തൗബ എന്ന് പറയുന്നത്? എന്താ? ഓക്കെ, ചെയ്ത തെറ്റ് ഏറ്റു പറയുക, ഇനി ചെയ്യില്ലെന്ന് തറപ്പിച്ചു പറയുക, തറപ്പിച്ചുറപ്പിക്കുക, അതല്ലേ? താബ എന്നതാണ് വെർബ്. തൗബ എന്ന് പറയുന്നത് പശ്ചാത്താപം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അതൊരു ക്രിയാധാതുവാണ്, വെർബല്ല. അതിന്റെ വെർബ് താബ എന്നതാണ്. എന്ന് വെച്ചാല് അറബി ഭാഷയിൽ തൗബ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം മലയാളത്തിൽ മടങ്ങുക എന്നുള്ളതാണ്. അതിന്റെ ക്ലിയർ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്താണ്? മടങ്ങുക. എവിടുന്ന് എങ്ങോട്ടേക്ക് മടങ്ങുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. മടങ്ങുക എന്നതാണ് തൗബ എന്ന പദത്തിന്റെ അർത്ഥം. എവിടുന്ന് എങ്ങോട്ടേക്ക് മടങ്ങുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനില് ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം എന്ന് പറയുന്നുണ്ട്. അള്ളാഹു വല്ലാതെ മടങ്ങുന്നവനാണ്, അള്ളാഹു വല്ലാതെ മടങ്ങുന്നവനാണെന്ന് പറയുന്നുണ്ട്.
തൂബു ഇലല്ലാഹി, നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങൂ എന്നും പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് മടങ്ങൂ എന്നാണ് അതിന്റെ അർത്ഥം. തോബ ചെയ്തുകൊണ്ട് മടങ്ങുക, തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട്. അപ്പോള് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവര് മനോഹരമായിട്ട് ഇതിനെ വിഷ്വലൈസ് ചെയ്ത് തരുന്നുണ്ട്. അടിമയും അള്ളാഹുവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഉള്ളത്. രണ്ട് വസ്തുക്കൾ എന്ന് കാണിച്ചു തരാം. ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഉള്ളത്. ഇത് രണ്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയി നിൽക്കുകയാണ്. കാണുന്നുണ്ടോ? ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന ഇതാണ് അടിമ, മനുഷ്യൻ. ഇത് പടച്ചോന്. മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരുന്ന കേട്ടോ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അടിമ ഇങ്ങനെ ഇത്രയും അടുത്തുകൊണ്ട് അള്ളാഹുവിനോട് അടുത്ത് ഫേസ് ടു ഫേസ് ആയി നിൽക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ അള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുകയാണ്. അള്ളാഹുവിനെ തൊട്ട് മുഖം തിരിച്ചിട്ട് ഓന് ബാക്കോട്ടൊക്കെ ഇങ്ങനെ നടന്ന് നീങ്ങാണ് ചെയ്യുന്നത്. ആ സമയത്ത് പടച്ചോന് കോപം വരും, സ്വാഭാവികം. അവനും മുഖം ഇങ്ങോട്ട് തിരിച്ചു വെക്കും, അവനിൽ നിന്ന് തിരിഞ്ഞു വെക്കും. ഇതിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ, അല്ലാതെ പടച്ചോന് മുഖം ഉണ്ടെന്നോ അവനിങ്ങനെ തിരിക്കുന്നുണ്ട് എന്നല്ല. ഇതിനെ മനസ്സിലാക്കാനുള്ള രൂപം പറഞ്ഞുതരാം. അപ്പൊ പടച്ചോൻ തിരിഞ്ഞ് മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞ് കുറെ ഇങ്ങോട്ടെത്തി. തെറ്റ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി എവിടെയോ എത്തും. ഒരുപാട് ദൂരെ എത്തിയിട്ട് പിന്നെ നിസ്കരിക്കുമ്പോൾ എനിക്ക് ഈ ഭാഗത്തിലല്ലാതെ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യമുണ്ടോ? നിങ്ങൾ പറയും. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അള്ളാനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം അള്ള എവിടെയുള്ള, ഓൻ എവിടെയുള്ള. കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി വയനാട് ബസ് കയറിയിട്ട് കുത്തിരുന്നാല് കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ റൂട്ട് ആദ്യം ക്ലിയർ ആക്കണം. അപ്പോള് തൗബ എന്ന് പറയാം. അപ്പൊ മടങ്ങുക എന്നുള്ളതാണ് നമ്മളെ വിഷയം. തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ വിട്ട് അകന്ന് പോവുക ചെയ്തത്. അള്ളാഹു അവനെ തൊട്ട് മുഖം തിരിച്ചു നിൽക്കുക ചെയ്തത്. ആ തെറ്റിൽ നിന്നും തൗബ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല്, തൗബ ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞു നിൽക്കുന്നവ നേരെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് തന്നെ, അള്ളാഹുവിലേക്ക് മുഖം തിരിഞ്ഞിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോ മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു അവനോട് മുത്തവജ്ജിഹാകും. അപ്പൊ അവനും മടങ്ങി, അള്ളാഹും മടങ്ങി. അള്ളാഹു മടങ്ങി എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ കോപത്തിൽ നിന്ന് അള്ളാഹു മടങ്ങി, ഇവനോ അവന്റെ തെറ്റിൽ നിന്നും മടങ്ങി എന്നർത്ഥം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? അടിമ എന്നിലേക്ക്, അള്ളാഹു പറയാണ്, അള്ളാഹുവിലേക്ക് അടിമ ഒരു ചാണെടുത്തു കഴിഞ്ഞാല് അള്ളാഹു ഒരു മുഴം എടുക്കും. എന്ന് പറഞ്ഞാല് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ നേരെ തിരിഞ്ഞിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവൻ കുറെ ലോങ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരല്പം കുറച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് വന്നാൽ തന്നെ അള്ളാഹു അതിന്റെ ഡബിൾ ഇങ്ങോട്ട് അവന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നുവെച്ചാല് നന്നാവാൻ ആഗ്രഹിക്കുന്നവനിക്ക് പടച്ചോൻ ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അവന്റെ ഹവൻ നഫ്സിനെ അവന് സൂക്ഷിച്ചാൽ മതി. അപ്പൊ തൗബ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതാണ് ശരിക്കും. തെറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് പറയുന്നത്, തൗബ എന്ന വാക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത്. തൗബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാക്കർത്ഥം എന്താ? മടങ്ങുക എന്നുള്ളതാണ്. ആ തൗബ അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട് ഖുർആനിൽ, മനുഷ്യനെ പറ്റിയും പറയുന്നുണ്ട്. അള്ളാഹിന്റെ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു മനുഷ്യനിലേക്ക് മടങ്ങുക എന്നുള്ളത്. അവന്റെ കോപത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് തിരിഞ്ഞു വെക്കുക. മനുഷ്യന്റെ തൗബ എന്നുള്ളതോ അവന്റെ തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിയുക, തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇതാണ് മനുഷ്യന്റെ തൗബ. അപ്പൊ തൗബ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതുപോലെ, ഉത്തുലുബ്
എവിടെ എത്തിയത്? ആ, തൗബ എങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞാല് ഒന്നാമതായിട്ട് വേണ്ടത് എന്താ? നദാമത്താണ്. നദാമത്ത് എന്ന് പറഞ്ഞാല് ഖേദം ഉണ്ടാവണം. ചെയ്തു പോയത് പഠിച്ചോനെ തെറ്റാണല്ലോ, ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ എന്ന ഖേദം വരണമെങ്കിൽ, എന്ന ഖേദം വെറുതെ വരുമോ? അത് വരൂല. വെറുതെ വരും എന്ന് പറയുന്നത് ശരിയല്ല. അത് ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ ശരിക്കൊരാൾക്ക് ഖേദം വന്നാൽ പിന്നെ അതിലേക്ക് അയാൾ മടങ്ങൂല. ആ രൂപത്തിൽ ഖേദം വരണം. ഏയ്, ഖേദം വരുത്തി മുഅ്മിനായ മനുഷ്യനിക്ക് വരും. അതേ സമയത്ത് വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങാത്ത രൂപത്തിൽ ഖേദം വരണമെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് പഠിക്കുക തന്നെ വേണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ശപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നരകത്തിന്റെ അടിയത്തെ തട്ടക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനെ തൊട്ട് തിരിഞ്ഞു കളയും പാരത്രിക ലോകത്ത്. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളും മറ്റൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല്, അപ്പോ പിന്നെ ഇനി അങ്ങോട്ട് മടങ്ങൂല എന്നുള്ള രൂപത്തിലുള്ള ശരിയായ ഖേദം ഉണ്ടാവും. അപ്പൊ ഒന്നാമത് വേണ്ടത് നദാമത്താണ്. നദാമത്ത് ഉണ്ടാവണമെങ്കിൽ ആദ്യം ആ തെറ്റിനെ കുറിച്ച് പഠിക്കണം നല്ലോണം ആഴത്തില്. ആ രൂപത്തിൽ നദാമത്ത് വേണം. ഖേദം വേണം. ഖേദം ഉണ്ടാവണമെങ്കിൽ തെറ്റിനെ കുറിച്ച് പഠിക്കണം എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. തെറ്റുകളെ കുറിച്ച് പഠിക്കന്നെ. ഒന്നാമതായിട്ട് അതാ വേണ്ടത്. രണ്ടാമത് വേണ്ട എന്താ? ആദ്യം പഠിക്കണം. അപ്പൊ ഖേദം വരും. ഖേദം വരുന്ന സമയത്ത് ഉറച്ച തീരുമാനം എടുക്കും. എന്ത് തീരുമാനം എടുക്കും? ഭാവിയില് വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല, ഭാവിയിൽ ആ തെറ്റ് ചെയ്യേയില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്യും. ഇതിനാണ് അസ്മ് എന്ന് പറയുന്നത്. ഒന്നാമത് വേണ്ടത് നദാമത്താണ്, ഖേദാണ്. നദാമത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം തെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് തെറ്റ് ചെയ്തല്ലോ പഠിച്ചവനെ എന്ന് പറയുന്ന ഒരു ടെൻഷൻ വരിക. ഇത്രയും ഗൗരവമുള്ള വിഷയമാണല്ലോ ഞാൻ ചെയ്തത് എന്ന് മനസ്സിലാവുക. രണ്ടാമത്തത്, ഇനി അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, എനിക്ക് പേടിയുണ്ട്, ഞാൻ കഴിച്ചിലാവാൻ സാധ്യത കുറവാണ് അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്ന പേടി ഉണ്ടാവണം. എന്ന പേടിയോടുകൂടെ ഇനി അത് ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക. അതാണ് തൗബന്റെ രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത് ബറാഅത്തു മിൻ കുല്ലി ഹക്കിൽ ആദമി, എല്ലാ മനുഷ്യന്മാരെ ബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുക, അതിൽ നിന്നും ഒഴിവാവുക. അപ്പൊ മനുഷ്യന്മാരെ ഹക്കിൽ നിന്ന് ഒഴിവാവുക എന്ന് പറയുന്നത് അത് കുറച്ച് പ്രയാസമാണ്. അത് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. മനുഷ്യന്മാരെ ഹക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഹക്ക് ഉണ്ടാവും? മനുഷ്യന്മാരെ ഹക്ക് നിങ്ങൾ പറയും. സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാവും മനുഷ്യന്മാരായിട്ട്, അല്ലേ? ഓക്കെ. അപ്പൊ സാമ്പത്തികമായ ബാധ്യതകൾ. പിന്നെന്താ ഉള്ളത്? പിന്നെയുള്ളൊന്ന്, ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെയും പരിഹാരം കാണണം. അപ്പൊ ആദ്യം സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇരുന്ന് പരിശോധിച്ച് നോക്കുക. എവിടെങ്കിലും ചെറിയ ചെറിയ ക്യാഷ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ആൾക്കാരോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക.
കഴിയുന്നതാണെങ്കിൽ ഇപ്പൊ കൊടുത്തു വീട്ടുക, അല്ലാത്തതാണെങ്കിൽ ഓനോട് സംസാരിച്ചിട്ട് അവധി വാങ്ങി വെക്കുക. ഈ രൂപത്തില് ബാധ്യതയിൽ നിന്ന് എവിടെയെങ്കിലും ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു തീരുമാനത്തിലെത്താനുള്ളതാണ്. കാരണം പടച്ചോന്റെ അടുത്തെത്തുന്ന സമയത്ത് അവന് അടിമകളോട് ബാധ്യത ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്നുള്ളതല്ല, അവൻ വിചാരിച്ചാൽ ചെയ്യാനൊക്കെ കഴിയും. പക്ഷെ അവന്റെ സ്വഭാവം വെച്ചിട്ട് അവന് ജനങ്ങളുമായിട്ടുള്ള ബാധ്യത ഉള്ളവനാണോ എന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ബാധ്യത വിട്ടാതെ. ഇപ്പൊ സാമ്പത്തിക ബാധ്യത ഇടപാടുകൾ എന്തെങ്കിലും ചെറുതായിട്ടുള്ളത് പോലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ചികഞ്ഞന്വേഷിച്ച് അത് അതിന്റെ വഴിക്ക് തന്നെ നിർവഹിക്കണം. ഒരു ബാധ്യത ബാക്കി വെക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോകണം. 2 എന്ന് പറഞ്ഞതിനർത്ഥം ഞാനൊരു 5 ലക്ഷം രൂപ വീടുണ്ടാക്കാൻ വേണ്ടി കടം വാങ്ങിന് ഒരുത്തിനടുത്ത്. എന്റെ തൗബ ഉണ്ടാവണമെങ്കിൽ 5 ലക്ഷം കൊടുത്തു തീർന്നാലേ എന്റെ തൗബ തുടങ്ങാൻ എനിക്ക് പറ്റുള്ളൂ എന്നുണ്ടോ? എന്നില്ല. അതേ പറഞ്ഞത് നിലവിൽ കടമായിട്ട് നിൽക്കുന്നത്. ഈ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നല്ല രൂപത്തിലല്ലാതെ നിൽക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, ബന്ധങ്ങൾ, അത് അതിൽ നിന്ന് ഒഴിവാവാന്നുള്ളതാണ്. ഉദാഹരണത്തിന് കടം വാങ്ങിയതാണ്, കൊടുക്കാത്ത പോലത്തിലാണ് നിൽക്കുന്നത്, കടഞ്ഞുകൊണ്ട് നിൽക്കുക. കടം വാങ്ങിയതാണ്, തിരിച്ചു ചോദിക്കുമ്പോൾ അങ്ങോട്ട് പോയി ചൂടാവാണ്, അല്ലെങ്കിൽ തരൂല എന്നുള്ള രൂപത്തിൽ നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലത്തുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരർത്ഥം. പിന്നെ കഴിയെങ്കിൽ ക്യാഷ് കയ്യിലുണ്ട് പക്ഷെ ഇങ്ങനെ കൊടുക്കാൻ തോന്നില്ല, അതും ഉണ്ടാവരുത്. ക്യാഷ് ഉണ്ടോ എന്നാൽ കൊടുത്തോളണം. അങ്ങനെ കൊടുത്തുകൊണ്ട് അള്ളാഹുലേക്ക് തൗബയിലേക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ആദമീന്റെ ഹക്ക് ഒന്ന് സാമ്പത്തിക ബാധ്യതകളാണ്. വേറൊന്ന് വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ എന്തേലും അവിടെ ഇവിടെയും ഗീബത്ത് പറഞ്ഞു പോയതോ നമീമത്ത് പറഞ്ഞു പോയതോ ഈ രൂപത്തില് ഓന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഓനെ പറ്റി വേണ്ടാത്ത പറഞ്ഞത് ഓൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓൻ്റെ അടുത്ത് പോയിട്ട് എടാ ഞാൻ ഇന്ന ആളോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പോയി പറയേണ്ട ആവശ്യമില്ല. ഇനി പ്രത്യേകിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓനിക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാവുമെന്ന് തോന്നുന്ന ആളാണെങ്കിൽ പറയാൻ പോകരുത്. മറിച്ച് ഓന് വേണ്ടി ദുആ ചെയ്ത് കൊടുത്ത് തൗബ ചെയ്യാൻ വേണ്ടത്, ഓനിക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുക. അതേ സമയത്ത് മുന്നേ ഒരു കച്ചറ ഉണ്ടായ സമയത്ത് തെറി വിളിച്ചതാണ്, അങ്ങനെ വാപ്പാനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഓനടിച്ചതാണ്, ഇങ്ങനെയൊക്കെയുള്ള ബാധ്യതകൾ ഉണ്ടാവും, ഡയറക്റ്റ് തന്നെയുള്ള ബാധ്യതകൾ. അവിടെ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, ഓനിക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല, ഓനെ കൊണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം. ഏതുപോലെ ഒരു ഗീബത്ത് നിങ്ങൾ പറഞ്ഞ് നിങ്ങളല്ല കേട്ടോ, ഒരാള് പറഞ്ഞ് അങ്ങനെ ആ ഗീബത്ത് പറഞ്ഞത് അയാളെ ചെവിയിലെത്തുകയും ചെയ്തു, ഇയാളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഇങ്ങനെ ഓനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ ഓനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അതും കാര്യമില്ല. നമ്മൾ പറഞ്ഞത് ഓൻ അറിയാത്ത വിഷയത്തിലാണ്, ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബാധ്യതകൾ അതിൽ നിന്നൊക്കെ മുക്താവണം. അതിനാദ്യം വേണ്ടത് എന്തൊക്കെയാണ് ബാധ്യത എന്നുള്ളത് ഇരുന്ന് തിട്ടപ്പെടുത്തണം. ജനങ്ങളായിട്ടുള്ള ബാധ്യതകൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. അപ്പൊ അത് വേണം. പ്രത്യേകിച്ച് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുന്ന തെറ്റ് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണെങ്കിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനോടൊപ്പം അവരെ ഹക്കൊക്കെ വീട്ടി കൊടുക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വബിഹാദിഹിൽ അർക്കാനി ഫർഅ വകമ്മില, വബിഹാദിഹിൽ അർക്കാനി ഫർഅ വകമ്മില. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്. എന്നുവെച്ചാൽ തൗബാന്റെ പൂർത്തീകരണം വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ്. ഉത്ലുബ് മുനംബാബൻ നദാമത്തി മുഫ്ഇല വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബല. നദാമത്താണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത് വേണ്ടത്
തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ള ഉറപ്പ്. മൂന്നാമത് മുഴുവൻ ബാധ്യതകളും മനുഷ്യന്മാരുമായിട്ടുള്ള വീട്ടാൻ കഴിയുന്ന ബാധ്യതകളൊക്കെ വീട്ടുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് തൗബ പൂർത്തിയാവുക. ഇതൊരു പ്രോസസ്സാണ്. അപ്പം ആദ്യം തെറ്റിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അയ്യോ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. അപ്പം ഖേദം വരും. അല്ലാതെ ഇങ്ങനെ വെറുതെ കുത്തിരിഞ്ഞ് കഴിഞ്ഞാൽ ഖേദം വരില്ല. അപ്പോൾ നല്ല ഖേദം വരും. ഇനി ഒരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നൂല. പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കും. ഭാവിയിൽ ഒരിക്കലും അത് ചെയ്യൂല, ആ ഒരു തെറ്റ് ചെയ്യൂല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാണ്, തെറ്റിന് കാരണമാവുന്ന അതിന് കാരണമാവുന്ന ചില സാധനങ്ങളും അപ്പോൾ ഒഴിവാക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഹറാമായ വീഡിയോസ് കാണുന്നത് അതൊരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലൂടെയാണ്. അതിൽ കയറിയാൽ എന്തായാലും എന്നോട് അങ്ങനെ സെർച്ച് ചെയ്ത് പോയിട്ട് അങ്ങനെ തെറ്റവും കാണുന്നുള്ളത് ഒരു തോന്നലോ എനിക്കുണ്ടോ? എന്നാലും ആ ആപ്ലിക്കേഷന് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർഗം. അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന് പറയുമ്പോൾ ഒരു അനിവാര്യമായ ഒരു കാര്യം അത് നടക്കണമെങ്കിൽ ഒരു സാധനം ഒഴിവാക്കണം. എന്നാൽ അത് ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അല്ലാതെ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിഞ്ഞോളന്നില്ല. അതിന്റെ മാർഗങ്ങളും കൂടെ അടക്കേണ്ടി വരും. അതുകൊണ്ടാണ് അപ്പോൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിന്റെ മാർഗങ്ങൾ അടക്കുക എന്നുള്ളതാണ് ഒരു വഴി. അതിന്റെ മാർഗങ്ങൾ അടക്കുക എന്നുള്ളത്. 99 ആളുകളെ കൊന്ന മനുഷ്യൻ അയാള് ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്ന് തോപുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾക്ക് തോപയില്ല എന്ന് പറഞ്ഞാൽ അയാളെയും കൊന്നല്ലോ. 100 ആളെ കൊന്ന മനുഷ്യന് മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ള നാട്ടിൽ നിന്ന് പോവാന്നുള്ളതാണ്. അപ്പോൾ കാരണം ആ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് തെറ്റിനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം നാട്ടുകാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഒന്നാമത് നമുക്ക് തെറ്റിന് സാധ്യതയുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് രക്ഷപ്പെടണം. ഒന്ന്, തെറ്റിന് സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം. അതിന്റെ മാർഗങ്ങൾ നമുക്ക് മുന്നിൽ അടച്ചു വെക്കണം. ഇതിന് എല്ലാ സാഹചര്യങ്ങളിലും ഫുള്ളായിട്ട് കഴിഞ്ഞോളന്നില്ല. കഴിവിന്റെ പരമാവധി കഴിയുന്നതൊക്കെ രൂപത്തിൽ ചെയ്യണം. അല്ലാതെ പിന്നെ നമ്മൾ തെറ്റിൽ നിന്ന് നാദിമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചങ്ങായി വേണ്ടാത്ത വീഡിയോസ് ഒക്കെ കാണും, എന്നിട്ടോ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോയിട്ട് ഇങ്ങനെ ഖേദിച്ച് ഇങ്ങനെ തോപ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതില്ല. കാരണം ഓൻ അതിന്റെ ആ മാർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇഖ്ലാ എന്ന് പറയുന്ന തെർക്കുദ്ധം പൂർണ്ണമാവുന്നത്? തെറ്റ് ചെയ്യാന്നുള്ളതിൽ നിന്ന് പൂർണ്ണമാവണമെങ്കിൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് പൂർണ്ണമാവണമെങ്കിൽ അതിന് കാരണമാകുന്ന വഴികൾ കൂടെ അടച്ചിടണം. എന്നാൽ അത് പൂർണ്ണമാവുള്ളൂ എന്ന് ചുരുക്കം. എന്താ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? തെറ്റുകളെ കുറിച്ച് പൂർണ്ണമായി ഒരു ബോധ്യം ഉണ്ടാവുക, അതിനെ കുറിച്ച് കുറച്ചുകൂടെ അറിവുണ്ടായിരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. മനസ്സിലായി. അപ്പം ഇത് അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഈ കിതാബിൽ പരാമർശിക്കുന്നുണ്ടോ? എന്താണ് നമുക്കുള്ളത് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പറയും. കുറെ വിഷയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വേറെന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ പറയാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ചർച്ച ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്
ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് തൗബാനെ പറ്റിയിട്ടാ. തൗബ 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 എന്ന് പറയുന്നത് റമദാൻ 27 പള്ളിയിൽ പോയിട്ട് മാത്രം ചെയ്യേണ്ട ഒരു സാധനമല്ല. അത് ഏത് തെറ്റ് സംഭവിച്ചാലും ഉടനെ ചെയ്യേണ്ട സാധനമാണ് തൗബ. വൈകിപ്പിക്കും തോറും വൈകിപ്പിച്ച കുറ്റം കൂടെ എക്സ്ട്രാ കിട്ടും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒന്ന്. വേറൊന്ന് നമ്മൾ പറഞ്ഞത് തൗബ ചെയ്യുമ്പോൾ അതിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വേണ്ടത് ഖേദാണ്. ഖേദം വരണമെങ്കിൽ ആദ്യം പഠിക്കണം. രണ്ടാമതായിട്ട് വേണ്ടത് തെറ്റിൽ നിന്ന് അതിൻ്റെ മാർഗങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ചെറിയൊരു പ്രയാസം ഉണ്ടാവും, എന്നാലും ഒഴിവാക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞത് മനുഷ്യന്മാരോട് എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തു വിടണം. ഇത് ചെയ്തുകൊണ്ട് തൗബ ആയോ? തൗബ ആവണമെങ്കിൽ പിന്നെ പഠിച്ചവനോട് ദുആ ചെയ്ത് പൊറുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആവശ്യപ്പെടുകയും കൂടി ചെയ്യാം. അതുകൂടെ ചെയ്യുന്ന സമയത്ത് തൗബ പൂർണ്ണമായി എന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ചുരുക്കം. ഇന്നിവിടെ വഖഫ് അല്ലേ? വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.